storm, where another shortest waiting for the glass form. On the outside the same on this dance floor, only one of us is from the jungle. Malayale, Malayale from Portugal, give me Malayale, Malayale from Portugal, give me the. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലയാളി ഫ്രം പോർച്ചുഗൽ. ഇന്നലത്തെ യാത്രയുടെ ക്ഷീണം കൊണ്ട് നന്നായി ഉറങ്ങി കേട്ടോ. രാവിലെ എണീക്കാൻ തന്നെ നല്ല മടിയായിരുന്നു. ഇന്നിനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ നമുക്ക് റെഡിയാവാം. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി ഒരു കോഫി കുടിക്കാൻ വേണ്ടി കോഫി ഷോപ്പിൽ വന്നു. ഇതൊരു ഷോപ്പിംഗ് മോളിനകത്തുള്ള കോഫി ഷോപ്പാണ്. അപ്പം ഞങ്ങൾ കോഫിയും ചെറുതായിട്ടൊരു സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം യാത്ര തുടരാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഫ്രഷായി ഇറങ്ങിയത് കൊണ്ട് തന്നെ ഷോപ്പിംഗ് മാളിലൊന്നും വലിയ ആൾത്തിരക്കോ അങ്ങനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങള് കോഫിയും സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം യാത്ര തുടർന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കോർട്ടസ് ഡി മേയോ എന്ന സ്ഥലത്തോട്ടാണ്. ഇത് സെറാ ദി എസ്ത്രേലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. പോകുന്ന വഴി തന്നെ എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ പോകുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. മഴവില്ല് കാണാം, കണ്ടോ? എത്ര സുന്ദരമാണെന്ന് നോക്ക്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. കാറ് ഞങ്ങള് ആദ്യം കണ്ട മെയിൻ റോഡിൽ തന്നെ പാർക്ക് ചെയ്തു. കാരണം മുന്നോട്ട് പോകുമ്പോൾ പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ പാർക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു. മഴ കൂടുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങള് അവിടൊക്കെ ഇങ്ങനെ കണ്ട് നടന്നു. അപ്പൊ ഷഹാമാണെങ്കിൽ അവിടുത്തെ പാർക്കില് അവൻ കളിച്ചു. ഞങ്ങൾ അങ്ങനെ പ്രകൃതിയൊക്കെ കണ്ട് നടക്കാൻ തുടങ്ങി. ഇതൊരു ചെറിയ ഗ്രാമമാണ്. ഇത് സെറാ ദി എസ്ത്രേലയുടെ തെക്കൻ ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത ഗ്രാമമാണ് കോർട്ടസ് ഡി മേയോ. ഇവിടെ ഒരുപാട് പ്രകൃതിദത്ത കുളങ്ങളും പിന്നെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നിവിടെ നോക്കുമ്പോൾ ആരെയും കാണാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം ആരും വെളിയിൽ ഇറങ്ങുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാരും വീട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നടന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു പള്ളി കണ്ടു. പിന്നെ കുറച്ചുകൂടെ നടന്നപ്പോൾ പിന്നെ ഒരു പള്ളി കണ്ടു. ഇവിടെ അടുത്തടുത്ത് ഒരുപാട് പള്ളികളുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പള്ളിയുടെ അകത്താണെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്തുനിന്ന് ചെറുതായിട്ട് ശബ്ദം വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ അവിടെ നോക്കിയപ്പം ഡോറ് തുറന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കയറി നോക്കിയപ്പം ശരിയാണ്, എല്ലാരും പള്ളിയുടെ അകത്താണ്. അതുകൊണ്ടാണ് ആരെയും അവിടെ കാണാത്തത്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു. ശരിക്കും ആ പള്ളിയുടെ അകത്ത് നിന്നപ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതുപോലെ എനിക്ക് തോന്നി. രാവിലെ തന്നെ മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗ്രാമത്തിനകത്തോട്ട് പോവാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല കാം ആൻഡ് ക്വയറ്റ്, ഒരു ശബ്ദവും ഇല്ല. ഒരുപാട് വാഹനങ്ങളുടെ പോലും ശബ്ദങ്ങളില്ല. പിന്നെ അവിടെ അവരൊരു മാപ്പ് വെച്ചിട്ടുണ്ട്. അത് നോക്കി നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളിലോട്ട് പോവാം. ഒരുപാട് പ്രകൃതിദത്ത കുളങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാനുണ്ട്. നടക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ സൈഡിൽ കൂടെ തന്നെ വെള്ളം പോകുന്ന ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് സെറാ ദി എസ്ത്രേലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇവരെന്തൊക്കെയോ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ചെറിയ ചാലുകളായിട്ട് സൈഡിൽ കൂടെ ഒഴുക്കി വിടുവാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സെറാ ദി എസ്ത്രേല കാണാം. ഞാൻ പറഞ്ഞല്ലോ, സെറാ ദി എസ്ത്രേലയുടെ തെക്കൻ ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത ഗ്രാമമാണ് കോർട്ടസ് ഡി മേയോ എന്ന്. കോർട്ടസ് എന്ന പേര് ആടുകളുടെ കുടിലുകൾ, ഷീപ്പ് ഹട്ട് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. കോർട്ടസ് ഡി മേയോ എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ള ആടുകളുടെ കുടിലുകൾ. ഇവിടുത്തെ ആളുകളുടെ പ്രധാന ജീവിതമാർഗം തന്നെ കന്നുകാലികളെ മേക്കലാണ്. അപ്പൊ ഞങ്ങള് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ഒരു കൂട്ടം ആടുകളെ കൊണ്ട് വരുന്ന ഒരാളെ കണ്ടു. കാണാൻ തന്നെ നല്ല രസമായിരുന്നു.
ഇതൊരു ഡെയിലി പ്രോസസ്സാന്ന് തോന്നുന്നു. കുന്നിൻ ചെരുവുകളിൽ നിന്ന് ആടുകളെ അതിരാവിലെ തന്നെ മേച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ആളാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. കുറേ നേരം നോക്കി നിൽക്കാൻ തന്നെ നമുക്ക് തോന്നും. ഇവിടുത്തെ ജലം കാണാൻ തന്നെ നല്ല ക്ലിയർ ആണ്, സ്ഫടികം പോലെ തിളങ്ങുന്നതാണ്. പിന്നെ ഇവിടം പോർച്ചുഗലിലെ പ്രകൃതിദത്ത കുളങ്ങളുടെ തലസ്ഥാനമായി 2019 ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. 12 മുതൽ 19 വരെ പ്രകൃതിദത്ത കുളങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഇവിടെയുണ്ട്. അവയിൽ പലതും നദിയുടെ ഒഴുക്കിനാൽ രൂപം കൊണ്ടവയാണ്. പിന്നെ കോർത്തഷ്ടിമേയോ ടൂറിസ്റ്റുകൾ പ്രധാനമായും സന്ദർശിക്കുന്ന സമയം സമ്മർ ടൈമിലാണ്. കാരണം സമ്മർ ടൈമിലാണ് നദിയും വെള്ളച്ചാട്ടങ്ങളും കൂടുതൽ സുരക്ഷിതത്വവും നമുക്ക് കാണാനും ഭംഗിയും സമ്മർ ടൈമിലാണ്. അപ്പോൾ സമ്മർ ടൈമിലാണ് കൂടുതലും ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് എത്തുന്നത്. വരുവാ കണ്ടു. അവിടെ കുറെ കുഞ്ഞു മീനുകളെ കണ്ട സന്തോഷത്തിലാണ് ഷാ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഗ്രാമത്തിന്റെ ഭംഗിയോ അതിന്റെ സ്പന്ദനമോ ഒന്നും അറിയത്തില്ല. വെക്കേഷൻ ടൈമിലെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം. അവരും ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം. ഇവിടെ എത്ര നേരം സമയം ചെലവഴിച്ചാലും മതിയാവില്ല, അത്ര മനോഹരമാണ് ഇവിടം കാണാൻ. പണ്ട് കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ കാട്ടിലൂടെ കയറി മലനിരകളിൽ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവരാണ്. പിന്നെ കന്നുകാലികളെ മേയ്ക്കൽ, തടികൊത്തി നിർമ്മാണം, വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്ന ചെറിയ മില്ലുകൾ എന്നിവയാണ് അക്കാലത്തെ പ്രധാന ജീവിതമാർഗം. എന്നാൽ ഇന്നത്തെ കോർത്തഷ്ടിമേയോ ഒരു പ്രകൃതി സൗന്ദര്യ സ്ഥലമായി മാറിയിരിക്കുന്നു. ഇവിടം നാച്ചുറൽ പൂൾസ് കൊണ്ട് ലോകത്ത് പ്രസിദ്ധമാണ്. പ്രാചീനതയും പ്രകൃതിയും അത് ഒന്നിച്ചനുഭവിക്കുന്ന ഗ്രാമമാണിത്. അങ്ങനെ ഞങ്ങള് കോഫിയൊക്കെ ഇട്ട് ബുൾസയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതിനുള്ള ചെയർ കാര്യങ്ങളെല്ലാം അവിടെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ സമ്മറിലൊക്കെ നല്ല ആൾക്കാര് കാണും. ഞങ്ങള് പോയ സമയം അധികം ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല കാം ആൻഡ് ക്വയറ്റായിരുന്നു. പിന്നെ പ്രകൃതിയും കാണാൻ അതിമനോഹരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്ന മില്ലുണ്ടെന്ന്. അങ്ങനൊരു മില്ലാണിത്. ഞങ്ങൾ പോയ സമയത്ത് അത് പ്രവർത്തിക്കുന്നില്ല, അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് ഈ പെഡല് കറങ്ങും. ഇപ്പൊ അത് ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കറങ്ങി ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മില്ലാണിത്. അപ്പൊ അതിന്റെ വർക്കിംഗ് ഒക്കെ ഇങ്ങനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. ഇപ്പൊ അത്ര വെള്ളം വരുന്നില്ലെന്തോ, അത്ര പവർ ഇല്ല. അല്ല ഷട്ട് ഡൗൺ ചെയ്തേക്കാം, അല്ലെങ്കിൽ കറങ്ങും. ഇപ്പൊ ഷട്ട് ഡൗൺ ചെയ്തേക്കാം, വർക്കിൽ നിർത്തിയേക്കാം, ഇപ്പൊ പ്രവർത്തിപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ അതൊക്കെ കണ്ടിട്ട് മേളോട്ട് കയറിപ്പോയി. അതിനകത്ത് എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുമോന്ന് നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല, അവിടെ അടച്ചിട്ടിരിക്കുക. അതിനകത്തോട്ട് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അടച്ചിട്ടേക്കുവാണ്, ആരും ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് സമ്മർ ടൈമിൽ മാത്രമേ ഇത് ഓപ്പൺ ആവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സമ്മറിലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോ ഞങ്ങൾ ഇവിടെ വന്നത് സമ്മർ ടൈമിലല്ല. അപ്പൊ ഞങ്ങള് അതൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്ന് ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചു.
പള്ളിയിൽ മണി അടിച്ച് 12 1 മണിയുടെ. അതിന് 2 ബ്രെഡിങ് എടുത്തോണ്ട് തന്നെ. ബ്രെഡ് എടുത്തോണ്ട് വാ. ഒരു പ്രസൂന്തു. അങ്ങനെ ഞങ്ങള് കോർത്തഷ്ടി മേയോന്ന് വിട പറയുവാണ്. ഇനി ഞങ്ങൾ നേരെ കോവിലയിലോട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങള് രാവിലെ റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഇനി പുതിയ റൂം കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു റൂം അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഇന്നലെ പെട്ടെന്നൊരു റൂം കിട്ടിയതാണ്. ഇനി വേറൊരു റൂം കണ്ടുപിടിക്കണം. അപ്പോൾ ഞങ്ങള് കോവിലയിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങള് പുതിയ റൂമൊക്കെ കണ്ടുപിടിച്ചു, ഒന്ന് ഫ്രഷായി. അതിനുശേഷം ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ കോവില സിറ്റിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ആദ്യം ഒരു പാർക്കിലോട്ടാണ് പോയത്. ഈവനിങ്ങിൽ നടക്കാൻ പറ്റിയ ഒരു പാർക്കാണ്, കാണാനും നല്ല രസമുണ്ട്. പിന്നെ ഇതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ പാർക്കും ഉണ്ട്. ഷഹാം ആദ്യമേ അതിലോട്ട് ഓടിപ്പോയി. അവനതാണല്ലോ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നത്. ഈവനിങ്ങില് സൺസെറ്റ് ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പാർക്ക്, നല്ല രസമുണ്ട് കാണാൻ. ഇത് ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ കൂടുതലും പഴയ ബിൽഡിങ്ങുകളാണുള്ളത്. ഹോട്ടലായാലും റെസ്റ്റോറൻറ്റുകളായാലും എല്ലാം പഴയ ബിൽഡിങ്ങിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അടുത്തടുത്ത് ഒരുപാട് ആരാധനാലയങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ചു നേരം പാർക്കിലിരുന്നു. പോർച്ചുഗലിലെ ഒരു മനോഹര നഗരമാണ് കോവില. കൂടാതെ സേറാ ദി എസ്ത്രേല മലനിരയുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം കൂടിയാണ് കോവില. ഇതൊരു ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ അവർ ഈ നഗരം കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇവര് 3 തട്ടുകളായിട്ടാണ് ഈ നഗരം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ പാർക്ക് ഏറ്റവും ഹൈറ്റിലുള്ള തട്ടിലാണ് നിൽക്കുന്നത്. ഈ ഓരോ തട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്ന ഈ സ്ഥലത്തോട്ട് നമുക്ക് പോവാനായിട്ട് ഇവര് പ്രത്യേകം എലിവേറ്റർ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഏറ്റവും ഹൈറ്റിലുള്ള ഭാഗത്താണ്. അവിടെ നിന്ന് താഴോട്ട് പോകണമെങ്കിൽ ഇവിടെ റോഡുണ്ട്. റോഡല്ലാതെ ഇവര് സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് താഴോട്ട് പോകാൻ വേണ്ടി ഇവിടെ എലിവേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് പോവാം. അതിനകത്തോട്ട് ആനിമൽസിനെ കയറ്റാൻ പറ്റില്ല, അല്ലാതെ നമുക്ക് അതിലോട്ട് പോവാം. ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങള് മേളത്തെ തട്ടിന്ന് താഴെ ഇറങ്ങി. ഇനി ഒന്നും കൂടി ഉണ്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും താഴെ വരെ ഇതിൽ പോവാൻ പറ്റും. എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണല്ലേ. ഇതുപോലെ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിത്. കാരണം റോഡ് വഴിയാണെങ്കിൽ നമ്മൾ ഒരുപാട് കറങ്ങി പോണം. ഞങ്ങളാണെങ്കിൽ ജസ്റ്റ് ഈവനിങ്ങിലൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സിസ്റ്റം ഉള്ളത് നല്ല ഉപയോഗമാണ് എല്ലാവർക്കും. അപ്പൊ ഞങ്ങള് അതിലൊക്കെ കേറി താഴോട്ട് പോവാണ്. പിന്നെ കോവിലയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ കോവില വസ്ത്രവ്യാപാരത്തിലാണ് പ്രശസ്തം. വസ്ത്രവ്യാപാരത്തിന്റെ തലസ്ഥാനമായിട്ടാണ് കോവില അറിയപ്പെടുന്നത്. ഇവിടെ ഷീപ്പിന്റെ വളർത്തലും പിന്നെ അതിന്റെ തോലുകൊണ്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതും പ്രശസ്തമാണ്. പിന്നെ ഇവിടെ ജൂതന്മാരുടെ പുരാതന വാസസ്ഥലങ്ങളും ആരാധനാലയങ്ങളും ഇവിടെ നിരവധിയുണ്ട്. പിന്നെ ഇവിടെന്ന് വെച്ചാൽ ഇടുങ്ങിയ തെരുവുകളും പഴയ കെട്ടിടങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ പോർച്ചുഗലിലെ ട്രഡീഷണൽ ഫുഡും പിന്നെ ഇവരുടെ ഫെസ്റ്റിവൽസും ഇവര് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ പഴയ രീതിയിൽ തന്നെ അവരിവിടെ നടത്തുന്നുണ്ട്.
ഇനി ഞങ്ങൾ ഇവിടെ കുറച്ചും കൂടി ഒക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോകും. അപ്പോൾ ഇനി ഞാൻ അടുത്ത വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.